ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. ആദ്യം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അപ്ഡേറ്റിൽ നിന്നാണ് തുടങ്ങാം. എന്തായാലും അടുത്ത കളിയിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങൾ കളിക്കില്ല. 3 താരങ്ങളുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. സൗരവ്, അമാവിയ, അതുപോലെ തന്നെ അയ്മൻ. ഇവർ 3 പേരും കളിക്കാനുണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തിനാണ് ഈ അമാവിയെ ടീമിലെടുത്തത് എനിക്കിപ്പോഴും അറിയില്ല. കാരണം ടീമിൽ വന്നു ഇതുവരെ ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല. ഏതാണ്ടൊരു ഫ്രണ്ട്ലി മാച്ചിലെങ്ങാണ്ട് പണ്ടങ്ങാണ്ട് കളിച്ചൊരു ഓർമ്മയുണ്ട്. അല്ലാതെ അവസരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അയ്മൻ, അദ്ദേഹം പിന്നെയും അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം കിട്ടിയെന്ന് പറയാം. സൗരവ്, അദ്ദേഹത്തെ ഉണ്ടെങ്കിൽ കളിപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. പിന്നെ റൈറ്റ് വിങ് കുറച്ച് വീക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടുമെന്ന് വരാം. സോ എന്തായാലും ഇവരുണ്ടാകില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സുനിൽ ഛേത്രി പറഞ്ഞൊരു കാര്യമാണ്. ഇന്നലത്തെ മത്സരം നിങ്ങളെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു മത്സരത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് മുഹമ്മദ് അനസ് വിജയിക്കുമെന്നായിരുന്നു, അല്ലെങ്കിൽ ഒരു സമനിലയെങ്കിലും അവർ പിടിക്കുമെന്നായിരുന്നു. ബട്ട് അവസാന നിമിഷം വീണ്ടും അവർ പരാജയപ്പെടുകയാണ്. എന്തായാലും ബംഗളൂരുവിന് ഭയങ്കര ലക്കാണ്. ഈ ഒരു പോയിൻ്റ് അവർക്ക് ലക്കിലൂടെ കിട്ടിയൊരു പോയിൻ്റാണ്. അവസാന നിമിഷം സുനിൽ ഛേത്രി ഗോൾ അടിക്കുന്നു, ആ ഒരു പോയിൻ്റ് കേടുന്നു. സോ എന്തായാലും ബംഗളൂരു FC ഇന്നത്തെ മാച്ചും വിജയിച്ചിരിക്കുകയാണ്. 20 പോയിൻറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് ബംഗളൂരു FC വിജയിക്കില്ലേ എന്നായിരുന്നു. കാരണം ആ ഒരു ടോപ്പ് റേസ് കുറച്ചുകൂടെ ടഫാകും. ബംഗളൂരു FC ഇന്നത്തെ മാച്ചോടെ തോറ്റി കഴിഞ്ഞാൽ സ്റ്റിൽ നമുക്കൊരു അവസരവും കൂടി കൂട്ടിക്കിട്ടും. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് സ്റ്റിൽ അവസരവും കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു മാച്ച് ബംഗളൂരു വിജയി ഇനി അവസരം ഉണ്ടെന്നാൽ പോലും കുറച്ചുകൂടെ നമ്മൾ അവസരം കൂടിയേനെ. എന്തായാലും ഈ ഒരു മത്സരത്തിന് ശേഷം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ ടീമേറ്റ് എറിക് പെർത്താൽ ചോദിച്ചു, നിങ്ങളിപ്പോൾ ISL കളിച്ചിട്ടുള്ള 15ാമത്തെ ടീമിനോടാണ് ഈ ഒരു ഗോൾ നേടുന്നത്. അതായത് നേരത്തെ കളിച്ചിട്ടുള്ള 14 ടീമിനോടും ISL കളിച്ചിട്ടുള്ള 14 ടീമിനോടും നമ്മുടെ സുനിൽ ഛേത്രി ഗോൾ നേടിയിട്ടുണ്ട്. മുഹമ്മദ് അനസ് ഈ ഒരു സീസണിൽ വന്നു, അവരോട് മാത്രമേ ഉള്ളൂ ഗോൾ നേടുന്നത്. എന്തായാലും ഇന്നത്തെ കളിയിൽ അവർക്കെതിരെ 2 ഗോൾ അടിച്ചു അദ്ദേഹം. അങ്ങനെ അവർക്കെതിരെ അദ്ദേഹം ഗോൾ നേടി. സോ ഇപ്പോൾ നിങ്ങൾ യങ് ആണോ ഓൾഡ് ആണോ എന്ന് എറിക് പെർത്താലു നമ്മുടെ സുനിൽ ഛേത്രിയോട് ചോദിച്ചു. അപ്പോൾ സുനിൽ ഛേത്രി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, അങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്. കാരണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഓൾഡ് ആണെന്ന്. സോ അങ്ങനത്തെ ഒരു രസകരമായ മറുപടിയാണ് സുനിൽ ഛേത്രി നൽകിയിരിക്കുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്റ്റിൽ സുനിൽ ഛേത്രി ഒരു വാരിയറാണ്. അതിൻ്റെ ഹൈറ്റ്, അതുപോലെ അതിൻ്റെ ഏജ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഏരിയൽ ബോൾസ് വിൻ ചെയ്യുന്നു, ഏരിയൽ ഹെഡ് ഗോൾസ് നേടുന്നു. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു അബ്സല്യൂട്ട് ലെജൻഡാണ് സുനിൽ ഛേത്രി എന്ന് പറയുന്നത്. ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയില്ല. അത് സുനിൽ ഛേത്രിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ടോപ്പ് എത്തി നിൽക്കുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയതിലേക്ക് എടുത്ത് വിൽക്കുന്നത്.